ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരു MRI എടുക്കാൻ 8 മാസം കാത്തിരിക്കേണ്ടി വരുന്ന നമ്മുടെ ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടിൽ വന്ന് MRI എടുത്ത് പോകുന്ന സ്ഥിതിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പല ഹോസ്പിറ്റൽസിലും 2026 ഓഗസ്റ്റിൽ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയും അധികം ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തുന്നുണ്ട്, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ ശസ്ത്രക്രിയക്കായിട്ടൊക്കെ എത്തിയ എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ, മാധ്യമപ്രവർത്തകർ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു 100 ബെഡഡായിട്ടുള്ളൊരു ICU പുതുതായിട്ട് അവിടെ നിർമ്മിച്ചപ്പോൾ, ഒരു 100 ബെഡഡ് ICU ഒരുക്കിയപ്പോൾ വീണ്ടും ആ ICU പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞും വീണ്ടും നമുക്ക് കോൾ വരുന്നത് വെന്റിലേറ്റർ സഹായം വേണം, ICUവിൻ്റെ ബെഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വർധനവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഒരുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടത്തുന്ന മെഡിക്കൽ കോളേജ്, ആരോഗ്യ സ്ഥാപനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. അത് നമ്മൾ പറയുന്നതല്ല, ഇന്ത്യയിലെ കാർഡിയോളജിസ്റ്റുകളുടെ സംഘടന ആ പുരസ്കാരം അത് കണക്കെടുത്തിട്ടാണല്ലോ, കണക്ക് വെറുതെ പറയുന്നതോ പേപ്പറിലുള്ളതോ അല്ലല്ലോ, അത് ഡിജിറ്റലി രേഖപ്പെടുത്തപ്പെട്ട ഓരോ പേഷ്യൻറ്റിൻ്റെയും കേസെടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടക്കുന്ന ആശുപത്രി